ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചാ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിന്റെ സന്നിധാനത്തിൽ കടന്നു വരുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ദൈവം തന്ന വിലയേറപ്പെട്ട വാക്യത്തിനായി സ്തോത്രം. അതിനേറ്റ ജീവനും ബലനും ദീർഘായുസും അതിന് തന്നനായി സ്തോത്രം. കൺവെൻഷൻ മൂലമാകെ കർത്താവേ ശരീരത്തിലെ കൊഞ്ചം ബലഹീനങ്ങൾ ഇരുന്നാലും നിന്റെ ബലഹീനത്തെ കർത്താവേ സ്തോത്രം ഗണ്യമാക്കാതെ നിന്റെ പാദത്തിൽ വന്നിരുന്ന് ഇരിക്കുന്ന ബലത്തോട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ കൃപ തന്നല്ലോ, അതിനായി സ്തോത്രം. ദൈവമേ, ബലനിരുന്ന് ആരോഗ്യമിരുന്ന് എത്രയോ പേര് ലോകത്തിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അടിയാനിക്കരിക്കുന്ന ഈ ചെറിയ ബലം വെച്ചുകൊണ്ട് കർത്താവെ, ഇത്രയും ബലഹീനങ്ങൾ ശരീരത്തിൽ വെച്ചുകൊണ്ട് കർത്താവെ, പ്രാർത്ഥന തടസ്സമില്ലാതെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയക്കാനുള്ള കൃപ നീ തന്നനായി സ്തോത്രം. നീ എൻ്റെ ബലഹീനത്തിൽ, എൻ്റെ ബലഹീനതയിൽ നിന്റെ ബലം പൂർണ്ണമായി വിളങ്ങിച്ചത് ദേവനായിരിക്കാലും സ്തോത്രം. എന്നെ ബലപ്പെടുത്തുന്ന ക്രിസ്തു നീ ആയിരിക്കാലും സ്തോത്രം. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വെച്ച തടസ്സമില്ലാതെ ഈ പ്രാർത്ഥനകൾ നടത്താനുള്ള കൃപ ദൈവം തരണമേ. ഇന്നലെ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല കർത്താവെ, നീ ക്ഷമിക്കണം. നിന്റെ എത്രയോ കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി ആവലോട് കാത്തിരുന്ന് എനിക്കുണ്ടായിരിക്കും. നീ അവരെ ക്ഷമിക്കണമേ എന്ന് അടിയനെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം പോലും തടസ്സമില്ലാതെ ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാനുള്ള ബലനും കൃപയും വല്ലമയും ശക്തിയും അതിനെ തരണം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അൻകാരം ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പുനഃനാമം മഹത്വമെടുക്കുമാറാകട്ടെ. കഴിഞ്ഞൊരു ദിവസം പ്രാർത്ഥന അയക്കാൻ പറ്റിയില്ല. തുടർന്ന് കൺവെൻഷൻ രാത്രിയും പകലും 4 ദിവസം കണ്ടിന്യൂ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്ഷീണങ്ങൾ നിശ്ചയമായിട്ട് കാണും. ഇനി തുടർന്ന് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. 29-ാം തീയതി പകൽ വരയ്ക്കും എനിക്ക് മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ ശക്തീകരിക്കും, എനിക്ക് ബലം തരും. എനിക്ക് ബലം തന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് അത് നിങ്ങൾക്ക് അനുഗ്രഹമാകെ മാറ്റും. ഓക്കെ, ദൈവം നമ്മൾ ഇത്രത്തോളം നടത്തി. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ചിട്ട് 1179-ാം ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ഇനിയും ദൈവം നമ്മളെ നടത്തും. ഒരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാഠമായിട്ട് അറിയാവുന്ന ഒരു വാക്യമാണ്. പക്ഷെ ഇന്ന് ദൈവം അതാ നമുക്ക് തരുന്നത്. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. നമ്മുടെ ദൈവം നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ പകരം തരും. നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ പകരം നമുക്ക് തരും. ദൈവം വന്ന് കൂട്ടത്തുമില്ല, കുറയ്ക്കത്തുമില്ല. ആ ദൈവത്തെ പോലും നല്ല ദൈവം വേറെ ലോകത്തിൽ നമുക്ക് കാണാനുമില്ല. പക്ഷെ ഇവിടെ നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഇത് ബോവാസ് റൂത്തിനോട് സംസാരിക്കുന്ന ഒരു വാക്കാണ്. നിശ്ചയമായിട്ടും റൂത്തിന്റെ സംഭവം അല്ലെങ്കിൽ റൂത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്തവര് ക്രിസ്ത്യാനികളായിട്ട് ആരും ഇരിക്കത്തില്ല ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും അവിടെ സ്ഥിതി നിങ്ങൾ നോക്കണം. അവിടെ ഭർത്താവ് മരിച്ചു, അവിടെ അമ്മായിപ്പൻ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൾക്ക് അപ്പനോ അമ്മ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അത് വേദപുസ്തകത്തിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവളിപ്പോൾ തനിച്ച് നിൽക്കുകയാണ്, ഒരു തനിമരം. ആ സമയത്താണ് അവിടെ അമ്മായിമ്മ വിളിച്ച് 2 മരുമക്കളോട് പറയുന്നത്: മക്കളെ, നിങ്ങൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു. എൻ്റെ കൂടെ വന്ന് ഒരു പ്രയോജനമില്ല. ഇനി ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ച് നിങ്ങൾക്ക് ഭർത്താക്കന്മാരായി തരാനുള്ള ശക്തിയും എനിക്കില്ല. എൻ്റെ പുറകെ വന്നാൽ നിങ്ങൾക്ക് കഞ്ഞി തരാനോ വെള്ളം തരാനോ നിങ്ങളെ ശുശ്രൂഷിക്കാനോ ഒന്നും എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഞാൻ ഒരു തനിമരമായി മാറി. ഞാൻ വയസ്സ് ചെന്നു, എനിക്ക് ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ 2 പേരും നിങ്ങൾക്ക് ഇഷ്ടം പോലുള്ള വഴി തേടി നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ മൂത്തവൾ വന്ന് അമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് അവൾ അങ്ങ് പോയി. ആണ് ഇവൾ അങ്ങനല്ല. അമ്മായിമ്മയോട് മല്ല് പിടിക്കുകയാണ്. നിങ്ങൾ എവിടെ പോകുന്നോ അവിടെ ഞാൻ വരും, നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഞാൻ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ മറുപടിയും അമ്മായിമ്മ അവൾക്ക് ബുദ്ധി പറയുമ്പോൾ, വേണ്ട, മരണമല്ലാതെ നിന്നെ എന്നെയും പിരിക്കാൻ പറ്റത്തില്ല. നീ എവിടെ മരിക്കുന്നോ അവിടെ ഞാൻ മരിക്കും. അങ്ങനെ അമ്മായിമ്മയുടെ പുറകെ തിരിച്ചോളാണ് ഇവള്. അമ്മായിമ്മയ്ക്ക് വേണ്ടി, അവക്ക് വേണ്ടിയല്ല, അമ്മായിമ്മയ്ക്ക് വേണ്ടി അമ്മായിമ്മയെ കൈവിടരുത്. അമ്മായിമ്മ ഒറ്റയ്ക്കിരിക്കുകയാണ്, ആരുടെ ആശ്രയമില്ല. വയസ്സ് എന്ന് പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് ജീവിക്കാനുള്ള ആരോഗ്യമില്ല. ഇവരെവിടെ പോയി നശിക്കും, എവിടെ പോയി തകരും. അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്തോളം കാലം എൻ്റെ അമ്മായിമ്മയ്ക്ക് ഒരു കുഴപ്പവും വരരുതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിയമ്മയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചോളാം. ഈ കാലത്ത് ഇങ്ങനത്തെ മരുമക്കൾ നമുക്ക് കാണാൻ പറ്റുമോ?
അമ്മായിമ്മമാരെ കഴുത്തെ പിടിച്ച് കൊല്ലുന്ന മരുമക്കളല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ஆனால் ഇങ്ങനത്തെ ഒരു മരുമോൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് എല്ലാ മരുമക്കൾക്കും ഇതൊരു പാഠമായിട്ടാണെന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കത്തില്ല. ഈ കാലം അങ്ങനാണ്. പക്ഷേ ഈ കൊച്ച് അമ്മായിമ്മയുടെ പുറകെ പോയി. ഇപ്പോൾ അമ്മായിമ്മയെ പുലർത്തണം, അമ്മായിമ്മയ്ക്ക് പോറ്റി പുലർത്താനുള്ള വഴികൾ അവൾ തേടാൻ പോവുക. അങ്ങനെ തേടി ബോവാസിന്റെ വയലിൽ കതിര് പെറുക്കാൻ പോയവളാണ് അവൾ. കതിര് പെറുക്കാൻ അവിടെ കൊയ്ത്തുകാർ കൊയ്യുമ്പോൾ അവിടെ കയ്യിൽ നിന്ന് താഴോട്ട് വീഴുന്ന കതിരുകൾ പെറുക്കാൻ വേണ്ടി പോയവളാണ്. പക്ഷേ ദൈവം തമ്പുരാൻ അവക്ക് ആ വയലിന്റെ സ്വന്തക്കാരിയായി, അതിൻ്റെ ഉടമയായി ദൈവം അവളെ മാറ്റുകയാണ്. അതാണ് ദൈവം ചെയ്യുന്ന കാര്യം. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. അവിടെ പ്രവൃത്തി എന്തുവാ? ഒരു പെറ്റ അമ്മയെ പോലെ തന്റെ അമ്മായിമ്മയെ സ്നേഹിച്ചു. അമ്മായിമ്മയെ പോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കതിര് പെറുക്കാൻ പോകുന്നത്. അമ്മായിമ്മ പട്ടിണി കിടക്കരുത്, അമ്മായിമ്മ ക്ഷീണിക്കരുത്, പെട്ടെന്ന് അമ്മായിമ്മ മരിച്ചു പോകരുത്, എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് അമ്മായിമ്മ കരയരുത്, அவங்க ക്ഷീണിക്കരുത്, തളരരുത് പറഞ്ഞ് അമ്മായിമ്മയെ പുലർത്താൻ വേണ്ടി അടുത്തവന്റെ വയലില് കതിര് പെറുക്കാൻ പോയവളെയാണ് ഇവിടെ ദൈവം വിളിച്ചു പറയുന്നത്. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഇവളിപ്പം പോയിരിക്കുന്നത് ഒരു വയലിലോട്ടാണ് പോയത്. ആ വയൽ ആരുടെ നമുക്ക് അറിയത്തില്ല, ഒരു വിഷയം അറിയത്തില്ല. പക്ഷെ എങ്കിലും അവിടെ പറയുന്നത് വയലിൽ വന്ന മാതിരി പറയുന്നില്ല. അവിടെ പറയുന്നത് യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക്, യഹോവയുടെ ചിറകിന്റെ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക്. ഇത് നിങ്ങൾക്ക് ആശ്രയിക്കാൻ ആരുമില്ലേ? നിങ്ങൾക്ക് കൈ കൊടുക്കാൻ ആരുമില്ലേ? നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി, ഒരു സഹായത്തിന് വേണ്ടി, ഒരു ഹെൽപ്പ് ചെയ്യുവാൻ, നിങ്ങളെ ഒന്ന് വന്ന് കാണാനോ നോക്കാനോ പറയാനോ ആരുമില്ലേ? എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞോ, ഉപേക്ഷിച്ചോ? നിങ്ങൾ കൈവിട്ട് കിടക്കുകയാണോ? അനാഥയാണോ? ഒറ്റയ്ക്കേ ഉള്ളോ? കഞ്ഞി കുടിക്കാൻ വഴിയില്ലയോ? തലചായ്ക്കാൻ ഇടമില്ലയോ? ജീവിതത്തിൽ ഒരു മാർഗവും ഇല്ലയോ? പേടിക്കണ്ട. നമ്മുടെ ദൈവത്തിന്റെ ചിറക് ഇന്നും വിരിഞ്ഞാണിരിക്കുന്നത്. അവന്റെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവൻ ചിറകിന്റെ നിഴലില് അവിടെ അഭയം കൊടുക്കുകയാണ്. അവിടെ അതല്ലേ പറയുന്നത്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ 1179 ദിവസം കർത്താവ് നിങ്ങൾ കൊടുക്കുന്നത് പൂർണ്ണ അനുഗ്രഹമാണ്. നിങ്ങളുടെ കണ്ണുനീര് മാറാൻ പോകുന്നു, കഷ്ടപ്പാട് മാറാൻ പോകുന്നു, പട്ടിണി മാറാൻ പോകുന്നു, നിന്ദന മാറാൻ പോകുന്നു. എല്ലാം കർത്താവ് മാറ്റുകയാണ്. നിങ്ങളത് ഏറ്റെടുക്കണം, നിങ്ങളത് വിശ്വസിക്കണം. നമ്മൾ വായിച്ച വേദഭാഗമാണ്, നമുക്കറിയാവുന്ന വേദഭാഗമാണ്. പക്ഷേ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതാണ് നമുക്ക് തരുന്നത്. അത് തരുന്നെങ്കിൽ മറുപടിയും കർത്താവ് നിങ്ങളെ ഉണർത്തുകയാണ്. നിങ്ങളോട് ദൈവം ബലപ്പെടുത്തി കൈപിടിച്ച് സംസാരിക്കുകയാണ്. നീ ഇപ്പൊ എവിടെങ്കിലും ഒറ്റയ്ക്ക്, ആരുമില്ല, ആശ്രയിക്കാൻ നിനക്ക് ഒരുത്തൻ പോലുമില്ല, ആരുമില്ല, എങ്ങോട്ട് പോകണം? എല്ലാ വഴി നിനക്ക് മുട്ടി കിടക്കുക, അടഞ്ഞു കിടക്കുക. ഒരു നിവൃത്തിയില്ല. എങ്ങോട്ട് പോകണം നിനക്ക് അറിയത്തുമില്ല. അന്തം വിട്ട് നിൽക്കുക. ആ സമയത്ത് ഒരു കരം നിന്നെ തേടി വരുന്നു. ആ കരം വന്ന് പിടിച്ചോണ്ട് പറയുകയാണ്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. നിന്റെ പ്രവൃത്തി, നീ നല്ല പ്രവൃത്തി ചെയ്തിരിക്കുക കർത്താവിന് വേണ്ടി. നല്ല സാക്ഷിയാണ് നിന്റെ സാക്ഷ്യം. ഒരമ്മായിയമ്മയെ ഇങ്ങനെ സ്നേഹിക്കുന്ന മരുമക്കൾ ഈ ലോകത്തിൽ കാണാൻ കിട്ടുമോ? എവിടെങ്കിലും ഉണ്ടോ? പക്ഷെ ഈ കൊച്ച് അമ്മായിമ്മയുടെ പുറകെ പോയിരിക്കുക. ഈ അമ്മായിമ്മയുടെ പുറകെ പോയി ഇവൾക്ക് എന്ത് ലഭിക്കും? എന്ത് കിട്ടും? അതൊന്നും അവൾ ചിന്തിച്ചില്ല. ഈ അമ്മായിമ്മയ്ക്ക് വയസ്സ് എന്നോ, അവളൊരു കിളവി, ഒരു വല്യമ്മയായി. അവളുടെ പുറകെ പോയി എനിക്ക് എന്ത് ലഭിക്കും? വീടോ സ്വത്തോ സുഖമോ ഒന്നുമില്ല. പക്ഷേ അവൾ പുറകെ അങ്ങ് പോയി. അവിടെ പ്രവൃത്തി ദൈവം കണ്ടു, അവിടെ ഹൃദയം ദൈവം കണ്ടു, അവിടെ ഹൃദയത്തിന്റെ ഓരോ ചലനങ്ങൾ ദൈവം കണ്ടു, അവിടെ ഇറങ്ങി വരുന്നത് ദൈവം കണ്ടു, അവിടെ എല്ലാ സിറ്റുവേഷനും കർത്താവ് കണ്ടു. അതാണ് അവിടെ പ്രവൃത്തി. ആ സമയത്ത് മറ്റേ മരുമോള് പോയതുപോലെ ഇവള് ഉമ്മ കൊടുത്ത് പോയിരുന്നെങ്കിൽ ഈ വേദപുസ്തകത്തിൽ അവൾക്ക് പേര് കിട്ടത്തില്ലായിരുന്നു. ഈ വിധവ കൊച്ചിന്റെ പേര്, ഈ അനാഥ കൊച്ചിന്റെ പേര് ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ച് മറ്റുള്ളവർക്ക് പാഠമായി പഠിപ്പിക്കുക നമ്മുടെ ദൈവം. അങ്ങനെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദനകൾ നിങ്ങളെ തകർക്കാനല്ല, നശിപ്പിക്കാനല്ല, നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ദൈവം ക്ലാസ് എടുക്കാനാണ്. നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ദൈവം വചനം പഠിപ്പിക്കാനാണ്. നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ദൈവം എടുത്തു കാണിക്കാനാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെങ്കിൽ നിങ്ങൾക്ക് ദൈവം തരുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരും.
ഇന്ന് കർത്താവ് നിങ്ങൾക്ക് ആ പ്രതിഫലം തരാൻ പോവാ. എന്താ പ്രതിഫലം? പൂർണ്ണ പ്രതിഫലം. ഒന്നിൻ്റെയും മുട്ടുണ്ടാകില്ല, ഒന്നിൻ്റെയും കുഴപ്പമുണ്ടാകില്ല. നിങ്ങൾ സന്തോഷമായിട്ട് ആനന്ദമായിട്ട് കൃപയിൽ നിൽക്കാം, സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കാം. ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്, ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കരുത്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്, കർത്താവ് നിങ്ങൾക്ക് കൂട്ടിനുണ്ട്. അതുകൊണ്ട് എത്രയും സന്തോഷത്തോട് ഈ കാര്യം നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഒരു കാലത്തും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തെ ഒത്തമച്ച തിരുമനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ 1179 ദിവസം കാണുവാൻ കർത്താവ് കൃപ തന്നല്ലോ. എത്രയും ശരീരത്തിൽ ഒത്തിരി ക്ഷീണമിരുന്നും തൊണ്ടയിൽ കർത്താവ് ഒത്തിരി വേദനയിരുന്നും ഒരു വാക്കെടുത്ത് പറയാനുള്ള ശക്തി ശരീരത്തിലില്ല, കുടലില്ല. എങ്കിലും ഇരിക്കുന്ന ബലത്തോട് ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്ന ഈ സമയം ഒരുത്തർക്കും നഷ്ടമായി പോകരുതേ. അന്ന് രൂത്തിന് വേണ്ടി ഇറങ്ങി വന്ന ബോവാസ് ഇന്ന് ഓരോ ഭവനത്തിന് വേണ്ടി ഇറങ്ങി വരണമേ. രൂത്തിന്റെ കയ്യെ പിടിച്ച ബോവാസ് പിടിച്ചതുപോലെ, അവളെ ആശ്വസിപ്പിച്ചതുപോലെ, അവളുടെ ആവശ്യങ്ങളെല്ലാത്തിൻ്റെ മുഖത്ത് അവളെ അനുഗ്രഹിച്ചതുപോലെ, അവളെ ഏറ്റെടുത്തതുപോലെ, അവൾക്കൊരു നല്ല സ്ഥാനമാനം കൊടുത്തതുപോലെ, അവളുടെ കഷ്ടപ്പാടുകൾ പട്ടിണിയെല്ലാം മാറ്റി ഒരു സീമാട്ടിയായി അവളെ മാറ്റിയല്ലോ. അതുപോലെ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് മാറ്റണമേ. മണവാളനാകിയ ക്രിസ്തു ഇന്ന് ഓരോരുത്തരുടെയും കൈ ഒന്ന് പിടിക്കണമേ, ഓരോരുത്തരും പിടിക്കണമേ. അവർക്ക് ധൈര്യം പറഞ്ഞു കൊടുക്കണമേ. ഈ രൂത്തിനോട് ബോവാസ് സംസാരിച്ചതുപോലെ എൻ്റെ കർത്താവ് ഇന്ന് നിന്റെ കുഞ്ഞുങ്ങളോടൊന്ന് സംസാരിക്കണമേ. അവരുടെ ഹൃദയത്തിൻ്റെ ആ പതറ്റൽ, ആ വേദനകൾ, എനിക്ക് ആരുമില്ലെന്നുള്ള ആ സിറ്റുവേഷൻ, അതെല്ലാം കർത്താവ് ഒന്ന് മാറ്റണമേ. ഞാനുണ്ട്, നീ ഭയപ്പെടണ്ട, നിനക്ക് കൂട്ടിന് ഞാനുണ്ടെന്നുള്ള ആ വാക്ക് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. മുറിഞ്ഞു കിടക്കുന്ന ഹൃദയമുള്ളവരുണ്ടെന്ന് വെച്ചാൽ, തകർന്നു കിടക്കുന്ന ഭവനങ്ങളുണ്ടെന്ന് വെച്ചാൽ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. സ്വന്തക്കാർ കാണും, ബന്ധക്കാർ കാണും, എല്ലാവരും കാണും. പക്ഷേ ഒരു പ്രയോജനമില്ലാതെ എത്രയോ കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു. എത്രയോ കുടുംബത്തിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഇതിനൊരു പ്രയോജനമില്ലാതെ കുടുംബം തകർന്നു കിടക്കുന്നു, നശിച്ചു കിടക്കുന്നു. എത്രയോ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങൾ ചിതറിക്കിടക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിച്ചിരിക്കുന്നു, കുഞ്ഞുങ്ങൾ തലതെറിച്ചു പോകുന്നു, സഭകൾ നശിക്കുന്നു, ഭവനങ്ങൾ നശിക്കുന്നു, കുഞ്ഞുങ്ങൾ നശിക്കുന്നു. കർത്താവേ, അന്ധകാരത്തിന്റെ ഒരു വലിയ കാരുകളിലേക്ക് മക്കളെ പിശാച് വലിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ എൻ്റെ ദൈവം ഈ ബോവാസിന്റെ മേലിലേക്ക് വന്ന രൂത്തിന് കൊടുത്ത ബുദ്ധി എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം നീ കൊടുക്കണമേ. രൂത്തിനെ പോലൊരു ശാന്തമുള്ളവളായി, അനുസരണമുള്ളവളായി, ദൈവസ്നേഹമുള്ളവളായി, കർത്താവെ, ഒരു പെറ്റമ്മയ്ക്ക് പോലും ചെയ്യാത്തത് നിശ്ചയമായിട്ട് ഈ കാലത്ത് ഒരു മരുമകൾ അമ്മായിമ്മയ്ക്കോട് ചെയ്യുന്നു പറയുമ്പോൾ എത്രമാത്രം യോഗ്യതയുള്ളവളാണ് അവള്, എത്രമാത്രം ദൈവഭയം, ദൈവസ്നേഹം ഉള്ളൊരു പെണ്ണെ ഞങ്ങൾ കാണുന്ന വെച്ചാൽ അതേപോലെ നിന്റെ കുഞ്ഞുങ്ങളെ മാറ്റണമേ. ഇന്ന് പ്രാർത്ഥനയ്ക്കുന്ന ഓരോരുത്തരുടെ വിഷയങ്ങളും എൻ്റെ കർത്താവ് അറിയുന്നുണ്ടല്ലോ. അവരുടെ കണ്ണുനീരും അവരുടെ നെടുവീർപ്പും അവരുടെ പ്രയാസങ്ങളും അവരനുഭവിക്കുന്ന സകല കഷ്ടപ്പാടുകളും എൻ്റെ ദൈവം അറിയുന്നുണ്ടല്ലോ. അവർക്കെല്ലാം നീ കൈ കൊടുക്കണമേ, അവരെല്ലാം നീ ആശ്വസിപ്പിക്കണമേ, അവരെല്ലാം നീ ബലപ്പെടുത്തണമേ. ആശ്വാസത്തിൻ്റെ കരം, അനുഗ്രഹത്തിൻ്റെ കരം, ഒരു പുതിയ ഉറവിടം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്ന് തുറന്നു കൊടുക്കണം. ഒരു മഹത്വമേറിയ കരം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്ന് നീട്ടണം. അന്ന് കർത്താവേ സ്തോത്രം, ആഹാറിൻ്റെ കുഞ്ഞ് ഇതുപോലെ അപ്പനുമില്ല, അമ്മയുമില്ല, ആശ്രയമാരുമില്ല, ഒരു തുള്ളി തണ്ണി വെള്ളത്തിന് വേണ്ടി ഒരു വേഴാമ്പൽ കരയുന്നത് പോലെ ആ മരുഭൂമിയിൽ കടന്ന്, ആ ചൂടേറിയ മരുഭൂമിയിൽ കടന്ന് ആ കുഞ്ഞ്, ആ പൊടിക്കുഞ്ഞ് കരഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് അവൻ്റെ കരച്ചിൽ കേട്ടു, ഇറങ്ങി വന്നു. ആ മരുഭൂമിയിൽ ഒരു നീരുറവെ തുറന്നു കൊടുത്തു. അവനെ കർത്താവെ നീ ബലപ്പെടുത്തി, ജീവൻ കൊടുത്തു, സുഖം കൊടുത്തു, അവനെ കാത്തു സൂക്ഷിച്ചല്ലോ. ഒരു വലിയ ജാതിയായി നീ അവനെ മാറ്റിയത് സത്യമെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അടഞ്ഞു കിടക്കുന്ന എല്ലാ നീരൂറ്റുകളും തുറന്നു കൊടുക്കണമേ, അടഞ്ഞ വഴികളെല്ലാം തുറന്നു കൊടുക്കണമേ. ആരുമില്ല കുഞ്ഞുങ്ങൾക്ക് അഭയമായി നീ വരണമേ. നിന്റെ ചിറകിന്റെ മറവിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അഭയം കൊടുക്കണമേ. അപ്പച്ച കർത്താവേ സ്തോത്രം, ഈ രൂത്തിനോട് പറഞ്ഞതുപോലെ അവൻ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു പൂർണ്ണ പ്രതിഫലം ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ, രുചിക്കുവാൻ എൻ്റെ കർത്താവ് ഒരു ഭാഗ്യം തരണമേ. ഒരുത്തരെയും കൈവിടരുതേ, ഒരുത്തരെയും ഉപേക്ഷിക്കരുതേ, ഒരുത്തരെയും തള്ളിക്കളയരുതേ. കരയുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാം കരച്ചിൽ മാറ്റണമേ, മുറിവേറ്റിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാം മുറിവുകൾ മാറ്റണമേ. കർത്താവെ, ജീവിക്കാൻ ഒരു മാർഗമില്ല. കർത്താവെ, കടബാധ്യതകൾ എന്ത് ചെയ്യണം, കടക്കാരോട് മറുപടി വരാൻ അറിയത്തില്ല, എന്ത് വെച്ച് കടം വീട്ടും അതിന് വഴിയില്ല, നിവർത്തിയില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി ജീവിക്കണമോ മരിക്കണമോ മരണത്തിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ, അവർ മരിക്കരുത്, അവർ നശിക്കരുത്, അവർ തകർന്നു പോകരുത്. ബോവാസിന്റെ ഭവനത്തിൽ കർത്താവ് വയലിലേക്ക് വന്ന രൂത്ത്, അവരുടെ മാമിയാർ നഹോമി, അവർ മരിച്ചു പോയില്ലല്ലോ, നീ അവരെ കാത്തു സൂക്ഷിച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ. അതുപോലെ ഇന്ന് കർത്താവെ, നഹോമിയെയും രൂത്ത്
പ്രാർത്ഥനയെ അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് നിന്റെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ വന്നിരിക്കുന്നത്. എൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട്. എൻ്റെ ദൈവത്തിന് ദോഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആർക്കും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല. ആർക്കും ഒരു അനർത്ഥവും ഞാൻ ചെയ്തിട്ടില്ല. ആ ഒരു വിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൊടുക്കണമേ. ആ ധൈര്യം കൊടുക്കണമേ. എല്ലാ വാടിയ മുഖങ്ങളും, കരയുന്ന കണ്ണുകളും, മുറിഞ്ഞ ഹൃദയങ്ങളും, തകർന്ന കരങ്ങളും, കർത്താവേ തളർന്നു കിടക്കുന്ന വാടിക്കിടക്കുന്ന മുഴങ്കാലുകളെല്ലാം ബലപ്പെട്ട് നിന്റെ കുഞ്ഞുങ്ങൾ കാലുകുത്തി എഴുന്നേറ്റ് നിൽക്കുവാൻ, കർത്താവെ കുനിഞ്ഞ തലയെല്ലാം നിവരുവാൻ, ദൈവകൃപയിൽ നിന്റെ കുഞ്ഞുങ്ങൾ ബലപ്പെടുവാൻ, ശക്തി പ്രാപിക്കുവാൻ അപ്പച്ചാ കൃപയായി നീ ഇറങ്ങണമേ. കൃപയായി നീ ഇറങ്ങണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുത്തർക്കും ഒരു കേട് വരരുതേ, ഒരുത്തർക്കും ഒരു ആപത്ത് വരരുതേ, ഒരുത്തർക്കും ഒരു അനർത്ഥവും വരരുതേ. അപ്പച്ചാ നീ കാക്കണമേ, സൂക്ഷിക്കണമേ, വഴി നടത്തണമേ. അപ്പച്ചാ നിന്റെ കൃപ ഓരോരുത്തരുടെ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ ചിറകിന്റെ വെളിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അവരെ വലിച്ച് നിന്റെ ചിറകിന്റെ നിഴലിലേക്ക് കൊണ്ട് നിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് നീ ആശ്വാസം കൊടുക്കണം, അനുഗ്രഹം കൊടുക്കണം, ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം. ഒരുത്തരും നഷ്ടപ്പെടുവാൻ സമ്മതിക്കരുത്. എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിരിക്കട്ടെ. ഇത്രത്തോളം ബലം തന്നല്ലോ, അതിനായി സ്തോത്രം. നാളേക്ക് പ്രാർത്ഥിക്കുന്ന ശക്തി തരണമേ, ബലം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന കൺവെൻഷൻ നേരത്തെ നടക്കട്ടെ. വെച്ചാൽ ഒരു കുറെ ഇരിക്കെ കൂടാതെ കർത്താവിന്റെ വലിയ കരം വീര്യം പ്രവർത്തിക്കട്ടെ. കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം, 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 സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നു. ഏതാണ്ട് 19-20 പേര് സ്നാനപ്പെടുവാൻ വേണ്ടി സമർപ്പിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അനേക തീരാതെ രോഗികൾ, പല സമുദായത്തിലെ പല ജാതികളുള്ളവരുകൾ വന്ന് തീരാതെ രോഗികൾ, ക്യാൻസർ, ഷുഗർ മൂലമായി കാലിൻ്റെ പാദം വെള്ളയെല്ലാം അഴുകി പുഴുത്ത് മറ്റുള്ളവർ വാരിക്കൊണ്ട് വന്നവരെല്ലാം എല്ലാവർക്കും വിടുതൽ. 15 വർഷം ഒരു റൂമിനകത്ത് പൂട്ടിക്കിടന്ന ഒരു ചെറുക്കൻ, 42 വയസ്സുള്ള ചെറുക്കൻ 15 വർഷം ഒരു വീടിനകത്ത് കിടക്കുകയാണ്. തലമുടി വെട്ടാതെ. അവരെ കണ്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. അവൻ്റെ വീട്ടിൽ നിൽക്കാം. അപ്പോൾ ഞാൻ പോയി ഒരു 5 നിമിഷം അവനോട് സംസാരിച്ചു. അവൻ്റെ വീട്ടിൽ ആരും പോകാൻ അടിക്കും അവൻ. ആണെങ്കിലും ഞാൻ പോയി സംസാരിച്ചു. എൻ്റെ കാറിൽ അവനെ കയറ്റി കൺവെൻഷനിൽ കൊണ്ടുവന്നു. 15 വർഷത്തിന് ശേഷം വെളിവരുകയാണ്. കൺവെൻഷനിൽ കൊണ്ടുവന്ന് അവനെ ഇരുത്തി അവസാനത്തോളം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അവസാനം പോകുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, ഇനി തുടർന്ന് ഞാൻ സഭയ്ക്ക് വരും, അങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവൻ പോയിരിക്കുകയാണ്. അതുപോലെ തീരാതെ രോഗികൾക്കെല്ലാം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. തുടർന്നും മീറ്റിംഗ് നടക്കുന്ന പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗിൽ പ്രസംഗിക്കണം, കൺവെൻഷനിൽ പ്രസംഗിക്കണം. കർത്താവ് എനിക്ക് ബലനും കൃപയും തരണം. 29-ാം തീയതി 2 മണി വരയ്ക്ക് എനിക്ക് മീറ്റിംഗ് ഉണ്ട്. 29-ാം തീയതി 2 മണി വരയ്ക്ക് എനിക്ക് മീറ്റിംഗ് ഉണ്ട്. തുടർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനും നിങ്ങൾക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. God bless you.